സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ള റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സീസണാണ്, കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചൊരു പ്രോപ്പർ സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരു പക്ഷേ ഇങ്ങനെ തോന്നണമെന്നില്ല. എനിക്ക് ഈ ഒരു സീരീസിൻ്റെ ഒരു ടോട്ടൽ പർപ്പസ് എന്താണെന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇവർക്ക് വേണമെങ്കിൽ വലിപ്പിച്ച് ഒരു 5-6 സീസൺ ഇങ്ങനെ കൊണ്ടുപോകും, ഓരോ കളിയിലും ഓരോ ഇതുപോലെ ആൾക്കാർ റിക്രൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഈ സീരീസ് ഇങ്ങനെയല്ല, നമ്മൾ വിചാരിച്ച സാധനമല്ല. ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ എന്താണ് കാണാൻ വന്നത്, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതിന് ഒരു മോട്ടീവ് ഉണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു 3rd സീസണിൽ. അത് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഒരു കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ കുട്ടീനെ, ഒരു ന്യൂ ബോൺ ബേബിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇവർ ചെയ്യും. അത് പ്രോപ്പറായിട്ട് എനിക്ക് പേഴ്സണലി കണക്റ്റായി. സോ എന്നെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ തന്നെയായിരുന്നു. വെറുതെ കുറേ കളി കാണിച്ച് തീർക്കല്ലാതെ ഒരു പർപ്പസോടെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടർ ആൾ പോയിക്കൊണ്ടിരുന്ന ആൾ ട്രാവൽ ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ സീസൺ തൊട്ടേ കണ്ടതാണ്. അങ്ങനെ ഒരാൾ എന്തിനാണ് ഇപ്പോൾ 2nd സീസണിൽ പിടിച്ചിട്ടുണ്ട്, വേറെ ആരെങ്കിലും പിടിച്ച് കാസ്റ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ അന്ന് തന്നെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിയുമ്പോൾ എൻഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. സോ ആളുടെ മൈൻഡിലൂടെ അല്ലെങ്കിൽ ആളുടെ ട്രാൻസ്ഫോർമേഷനിലാണ് അല്ലെങ്കിൽ ആളുടെ കണ്ണിലൂടെ നമ്മൾ ആളുടെ ഒരു പ്ലെയർ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ എന്ത് ഡിസിഷൻ ആയിരിക്കും എടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത്. ഇപ്പോൾ ഐ തിങ്ക് ഇതൊരു ഗെയിം ആണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ എൻഡിങ്ങോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾട്ടർനേറ്റ് എൻഡിങ്ങോ ഒക്കെ വിടാൻ പറ്റുന്നൊരു സംഭവമാണ്. നമുക്ക് ചൂസ് ചെയ്യാം, ഇപ്പോൾ വേണം വേണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഇൻട്രാക്റ്റീവ് ഗെയിം ഉണ്ടായി എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലാണിത്. സോ ഡിസിഷൻസ് പലതും അല്ലെങ്കിൽ മെയിൻ പ്രോട്ടഗോണിസ്റ്റും മറ്റുള്ള ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് പലതും ഹ്യൂമാനിറ്റിയെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഒരു എൻഡിങ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. പോരാത്തതിന് ഈ ഒരു 3rd സീസണിൽ കമ്പയർ ടു 2nd സീസൺ അത് കുറേ കൂടി ഇവരുടെ ആ ഒരു റിബല്യൻ മോഡലുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ കൊണ്ട് പിന്നെയും ഗെയിം നടത്തുന്നതും അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മെയിൻ അധികമില്ല, ഒരു 2 ഗെയിം അത്രേ ഉള്ളൂ ഇതിൽ. അത് പക്ഷേ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു അവസാനത്തെ ഗെയിം അതിലാണ് എല്ലാ സാധനങ്ങളും കിടക്കണമെന്ന് പറയും, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് കാണിക്കുന്നത് അവസാനത്തെ ഗെയിമിലാണ്. സോ വലിച്ചു നീട്ടലൊന്നുമില്ല, ഒരു 6 എപ്പിസോഡുകൾ വേണമെങ്കിൽ ഫൈനൽ സീസൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒക്കെ വരുന്നുണ്ടില്ലേ, എത്ര 3 ചാപ്റ്ററോ 2 ചാപ്റ്റർ അങ്ങനെ എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല വെർഷൻസ് ആക്കി ഇവർക്ക് വേണമെങ്കിൽ ഒരു ഫൈനൽ സീസൺ ആണെന്ന് പറഞ്ഞ് ഒരു 10-15 എപ്പിസോഡാക്കിയിട്ട് മാറ്റായിരുന്നു, ഇതിന് വലിച്ചു നീട്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ നീറ്റായിട്ട് കൊണ്ട് എൻ്റെ ഇതെനിക്ക് ഇഷ്ടമായി. ഇനി ഇതിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ഇനി ഒരു സാധനം നെറ്റ്ഫ്ലിക്സ് വരുത്തില്ല എന്നൊന്നും ഒരു ഉറപ്പുമില്ല, എന്തായാലും വരും. ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്ക്വിഡ് ഗെയിം അമേരിക്ക എന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഹിൻഡ് കൊടുക്കാൻ ഇതിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോഴും ഈ ഒരു ഇംഗ്ലീഷ് സ്ക്വിഡ് ഗെയിമിൻ്റെ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്ക്വിഡ് ഗെയിമിൻ്റെ ഡേവിഡ് ഫിഞ്ചറാണ് ഡയറക്റ്റ് ചെയ്യണത്. അതും ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ റീമേക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം നമ്മൾ ഓർഡർ ചെയ്ത് കണ്ടില്ലേ, ഇനി അതിൻ്റെ റീമേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇതിൽ പറഞ്ഞു ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പറഞ്ഞു നിർത്തുന്നത്. ഈ സാധനം ഗ്ലോബലി ഭയങ്കര ട്രെൻഡിങ് ആയി. സോ പല സ്ഥലത്തും ഇതേപോലെ തന്നെ ഇപ്പോൾ കൊറിയയിൽ നടന്ന സ്ക്വിഡ് ഗെയിം പോലെ പല സ്ഥലത്തും ഇതേപോലെ സ്ക്വിഡ് ഗെയിം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. ഐ തിങ്ക് ഒരു നല്ലൊരു തോട്ട് പ്രോസസ്സാണ്. ഇന്ത്യയിലൊക്കെ വരണം സാധനം, പൊളിയായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇന്ത്യക്കാർ കാണിച്ചു കൂട്ടുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വലിച്ചു നിട്ടാതെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കൊടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് നീറ്റായിട്ട് എൻ്റെ ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ല. ഞാനിത് പറയാൻ കാരണം നെറ്റ്ഫ്ലിക്സിന് തന്നെ മറ്റ് സീരീസുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സ്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് തന്നെയാണ് മറ്റേ മണി ഹേസ്റ്റ്. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ നിർത്തണം എന്ന് വിചാരിച്ച സമയത്ത് വലിച്ചു നീട്ടിക്കൊണ്ടിട്ടായിരുന്നു പിന്നെ ഒരു സമയത്തായിരുന്നു നിർത്തിയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഡാർക്കൊക്കെ നിർത്തിയത് കിഡിലിനായിരുന്നു 3 സീസൺ, അവർക്ക് വേണ്ടി ഒരു 30 സീസൺ ആക്കാം, പിന്നെ ആൾക്കാർ കാണും. അത്ര കിഡിലിനായിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷേ ഇത്രേ ഉള്ളൂ പറയാൻ, ഇതാണ് ഇങ്ങനെ പറഞ്ഞ് നിർത്തിയാലാണ് ഇതിൻ്റെ വൃത്തി എന്നുള്ള രീതിയിലാണ് സ്ക്വിഡ് ഗെയിം നിർത്തിയത് കൊണ്ട് എനിക്കിഷ്ടമായി. ഞാൻ ഇതേപോലെ തന്നെ ഇനി ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്നൊരു സീരീസാണ്, അത് റിട്ടേണിംഗ് ആണ്, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 സീസൺ ഇതേപോലെ തന്നെ സ്ക്വിഡ് ഗെയിമിൻ്റെ പോലെ 2 സീസൺ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു 3rd സീസൺ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലിസ് ഇൻ ബോർഡർലാൻഡ് 2nd സീസൺ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് 3rd ഇതല്ല ഇതിനപ്പുറത്തേക്ക് വരാതിരിക്കുന്നതെന്ന് പറഞ്ഞത്. സോ അതേപോലെ സ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു കൊറിയൻ നെറ്റ്ഫ്ലിക്സ് ഇവിടെ അവസാനിച്ചു. ഇനി ചിലപ്പോൾ അമേരിക്കനോ ബാക്കിയുള്ള രാജ്യത്തുള്ള ഇതുപോലെ സ്ക്വിഡ് ഗെയിമുകൾ വരാനേ ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ തന്നെയാണ്. 2nd സീസൺ കണ്ടു നിർത്തിയവരാണെങ്കിൽ തീർച്ചയായിട്ടും 3rd കൂടി കണ്ടു തീർക്കുക. അപ്പാർട്ട് ഫ്രം ദി ഗെയിംസ് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടി തരുന്നൊരു സീസൺ ആയിരുന്നു ഒരു 3rd സീസൺ, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എൻഡിങ് പോർഷനിൽ. സോ കണ്ടവരുണ്ടെങ്കിൽ ഈ സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു 3rd സീസണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.